ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ മുഖം മാറുന്നു. ജയലളിതയുടെ തോഴി ശശികല അണ്ണാ-DMK ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അധികം വൈകാതെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. ജയലളിതയുടെ പിൻഗാമിയായി പനീർസെൽവത്തെ മുഖ്യമന്ത്രിയാക്കിയെങ്കിലും യഥാർത്ഥ പിൻഗാമിയായി ശശികല തന്നെ കടന്നുവരും. സർക്കാരിലും പാർട്ടിയിലും ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് ശശികല. ജയലളിത മത്സരിച്ച RK നഗറിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യവും ശശികല ആലോചിക്കുന്നുണ്ട്. പനീർസെൽവത്തെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന ജയലളിതയുടെ അതേ ശൈലിയാകും ശശികലയും സ്വീകരിക്കാൻ സാധ്യത. അതേസമയം ജയലളിതയുടെ രാഷ്ട്രീയ പിൻഗാമിയാകുമെന്ന അഭ്യൂഹം പരന്ന നടൻ അജിത്ത് ചെന്നൈയിലെത്തി. ജയലളിതയുടെ സ്മൃതി മണ്ഡപത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു. ബൾഗേറിയയിലെ ഷൂട്ടിംഗ് റദ്ദാക്കിയാണ് അജിത്ത് ചെന്നൈയിലെത്തിയത്. വിശദാംശങ്ങളുമായി ദീപ്തിഷ് കൃഷ്ണ ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്നും. ദീപ്തിഷ്, ചെന്നൈ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയം ചർച്ച ചെയ്ത ഒരു കാര്യം തന്നെയാണ് ജയലളിതയ്ക്ക് ശേഷം ആര്. ഇപ്പോൾ തമിഴ് രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് ശശികല കടന്നുവരികയാണ്. എങ്ങനെ നോക്കിക്കാണാം ഈ ഒരു രാഷ്ട്രീയ മാറ്റത്തെ? തീർച്ചയായും ജോൺ, ജയലളിതയ്ക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യം എന്നും പ്രസക്തമായ ഒരു ചോദ്യം തന്നെയായിരുന്നു. എന്നും ഏവരും ചോദിച്ചിരുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു. അതിന് കൃത്യമായ ഒരു ഉത്തരവും ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു ഉത്തരം ഇപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ള ഒരു വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആ ഒരു സ്ഥാനത്തേക്ക് ശശികല കടന്നു വരാനുള്ള സാധ്യത ഏറെയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ അണ്ണാ-DMK ജനറൽ സെക്രട്ടറി സ്ഥാനം കരസ്ഥമാക്കാനാണ് ഇപ്പോൾ ശശികലയുടെ ഒരു ശ്രമം. ഈ ഒരു നീക്കം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ശശികലയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി അണ്ണാ-DMK MLA-മാർ എല്ലാവരും തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചൊരു ഒരു പ്രഖ്യാപനം അധികം വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ കൂടി അത് ഉടൻ ഒരു പ്രഖ്യാപനമായി മാറാനുള്ള ഒരു സാധ്യതയില്ല. കാരണം പാർട്ടിയിലും ഒപ്പം തന്നെ MLA-മാരുടെയും MP-മാരുടെയും മന്ത്രിമാരുടെയും എല്ലാവരുടെയും ഒരു വിശ്വാസ്യത നേടിയെടുക്കണം. നിലവിലെ സാഹചര്യത്തിൽ പാർട്ടി ഏറെക്കുറെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. എങ്കിൽ കൂടി പെട്ടെന്ന് ഈ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത് ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമാകുമ്പോൾ ജനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇതിനെ എങ്ങനെ സ്വീകരിക്കുമെന്നുള്ള ഒരു ആശങ്ക ഇപ്പോൾ ശശികലയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ ഇത് സംബന്ധിച്ച ഒരു കൃത്യത വന്നു ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ അണ്ണാ-DMK ജനറൽ സെക്രട്ടറി സ്ഥാനം കരസ്ഥമാക്കിയാൽ അതിന് പിന്നാലെ തന്നെ RK നഗർ ഉപതെരഞ്ഞെടുപ്പിൽ, അതായത് ജയലളിത ഇപ്പോൾ RK നഗറിൽ നിന്നുള്ള MLA ആണ്. അതുകൊണ്ട് തന്നെ ഇനി RK നഗറിൽ 6 മാസത്തിനുള്ളിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണം. ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും സഹതാപ തരംഗം ഉപയോഗിച്ചുകൊണ്ട് ജയിക്കാനുമുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. കാരണം ജയലളിതയുടെ ഒരു തോഴി മാത്രമായി, ജയലളിതയുടെ ഒരു നിഴൽ മാത്രമായി നിന്നിട്ടുള്ള ശശികലയ്ക്ക് രാഷ്ട്രീയമായി വലിയ ഒരു ശക്തി നിലവിൽ ഇല്ല. ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ശക്തിയില്ല. അതുകൊണ്ട് തന്നെ ജയലളിത മരിച്ച സഹതാപ തരംഗം വോട്ടായി മാറുമെന്ന ഒരു പ്രതീക്ഷയാണ് ശശികലയ്ക്കുള്ളത്. അങ്ങനെയെങ്കിൽ ജയലളിത RK നഗറിൽ നിന്ന് വിജയിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരികയും ചെയ്യും. ഇതിൽ 2 പരിഗണന ഇപ്പോൾ ഉണ്ട്. ഒന്നുകിൽ അണ്ണാ-DMK ജനറൽ സെക്രട്ടറി സ്ഥാനം കരസ്ഥമാക്കിയതിനു ശേഷം മുഖ്യമന്ത്രി സ്ഥാനവും കൂടി ശശികലയ്ക്ക് തന്നെയാകും ലഭിക്കുക. അല്ലെങ്കിൽ ഈ ആദ്യം അണ്ണാ-DMK ജനറൽ സെക്രട്ടറി സ്ഥാനം കരസ്ഥമാക്കുകയും തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനം വന്നതിന് ശേഷം, മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ അണ്ണാ-DMK ജനറൽ സെക്രട്ടറി സ്ഥാനം ഏതെങ്കിലും മുതിർന്ന നേതാവിനെ, ഒരുപക്ഷെ പനീർസെൽവത്തിന് നൽകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഇപ്പോൾ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള തമ്പിദുരയെയോ മറ്റാരെങ്കിലുമോ ഇപ്പോൾ അണ്ണാ-DMK ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആക്കാനുമുള്ള ഒരു ആലോചനയും ഇപ്പോൾ വളരെയധികം ശക്തമാണ്. ജോൺ, ദീപിഷ പോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സൂചിപ്പിച്ച പോലെ എപ്പോഴും പാർട്ടി ഭരിക്കുമ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിയാകുന്നത്. ഈ 2 സ്ഥാനങ്ങളിലേക്ക് ശശികല വരുമെന്ന അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സൂചനകൾ നൽകിക്കഴിഞ്ഞു. എന്നാൽ ഒരുപക്ഷെ ജയലളിതയുടെ പിൻഗാമി എന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടിരുന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്ന അജിത്ത് ഇപ്പോൾ ചെന്നൈയിലേക്ക് എത്തിയിരിക്കുന്നു. ചലച്ചിത്ര താരം അജിത്ത്. അങ്ങനെയെങ്കിൽ ശശികലയല്ല, മറിച്ച് അജിത്ത് ഈ ഒരു ജനറൽ സെക്രട്ടറി പദവും ജയലളിതയുടെ പിൻഗാമിയായും വന്നുകൂടായികയില്ലല്ലോ. തീർച്ചയായും ജോൺ, അത്തരമൊരു സാധ്യത തീർച്ചയായും ഉണ്ട്. അത് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല നിലവിലുള്ളത്. പ്രത്യേകിച്ച് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നലെ സംസ്കാര സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷമോ സംസ്കാരം നടന്ന വൈകിട്ട് നടന്ന മറീനയിലോ അജിത്ത് എത്തിയിരുന്നില്ല. അജിത്ത് ബൾഗേറിയയിൽ ഒരു ഷൂട്ടിംഗിലായിരുന്നു. ആ സമയത്തൊന്നും എത്താതിരുന്ന അജിത്ത് വളരെ പെട്ടെന്ന് ചെന്നൈയിലെത്തുകയും ഇവിടെ ജയലളിതയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഭാര്യ ശാലിനിയോടൊപ്പമാണ് ഇവിടെ എത്തി ആദരാഞ്ജലി അർപ്പിച്ചത്.
സമർപ്പിച്ച് മടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഭ്യൂഹം ഇപ്പോൾ ശക്തമായ ഒരു അവസ്ഥയിൽ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കേൾക്കുന്നു. അണ്ണാ DMK MLA-മാരുടെ ഒരു യോഗത്തിന് അധികം വൈകാതെ വരും മണിക്കൂറുകളിൽ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ ഒരു യോഗം നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് സംബന്ധിച്ച ഒരു നിർണായക മാറ്റങ്ങളിലേക്ക് ഒരു വഴിവെച്ചേക്കും. ഇനി ശശികലയ്ക്ക് പകരം ഈ ഒരു അജിത്താണ് കടന്നു വരുന്നത് എങ്കിൽ അവിടെ ശശികലയെ പൂർണ്ണമായി തള്ളിക്കളയാവുന്ന ഒരു സാഹചര്യമല്ല. ശശികലയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു വളർച്ച അജിത്തിന് ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. അങ്ങനെയാണെങ്കിൽ അജിത്ത് മുഖ്യമന്ത്രിയാവുകയും ശശികല ജനറൽ സെക്രട്ടറി സ്ഥാനം എടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാവും കാര്യങ്ങൾ നീങ്ങുക. ജോൺ ദിപിഷ, അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ശശികലയോ അജിത്തോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. പക്ഷേ ഇവർ രണ്ടിൽ ആരെത്തിയാലും ഇരുവർക്കുമുള്ള ഒരു സ്വീകാര്യത, അത് പാർട്ടിക്കുള്ളിലായാലും ജനങ്ങൾക്കിടയിലായാലും അജിത്തിനോ ശശികലയ്ക്കോ ഉള്ള ഒരു സ്വീകാര്യത കൂടി കണക്കിലെടുക്കേണ്ടതില്ലേ? തീർച്ചയായും ജോൺ, ജയലളിതയുടെ ഒരു സ്വീകാര്യത എന്തായാലും ഇരുവർക്കും വരില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ പ്രധാനമായും നോക്കുന്നത് ഈ ഒരു ജയലളിതയുടെ സ്വീകാര്യതയും ഒപ്പം തന്നെ ജയലളിതയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടും അടുത്ത കുറച്ച് കാലത്തേക്കെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടാം, ജനങ്ങളുടെ വോട്ടുകൾ നേടാം എന്നൊരു കണക്കുകൂട്ടലുണ്ട്. കാരണം 1987 MGR മരിച്ചത്. പക്ഷേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും ജയലളിത സർക്കാർ MGRന്റെ ചിത്രം ഉപയോഗിച്ചുള്ള പ്രചാരണ പരിപാടികൾ നടത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ MGRനെയും ജയലളിതയും മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രചാരണ പരിപാടി നടത്തിക്കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരമൊരു പ്രചാരണ പരിപാടികൾ തന്നെയാകും അജിത്തോ ശശികലയോ വരികയാണെങ്കിൽ സ്വീകരിക്കുക. അതല്ലെങ്കിൽ ജനമനസ്സിൽ വലിയൊരു സ്വീകാര്യത ലഭിക്കാൻ ഇരുവർക്കും വലിയൊരു സാധ്യതയില്ല. പ്രത്യേകിച്ച് DMK നേതാവ് M കരുണാനിധി അടക്കമുള്ള പ്രതിപക്ഷ നേതാവ് MK സ്റ്റാലിൻ അടക്കമുള്ള വലിയ അധികായർ രാഷ്ട്രീയത്തിലെ ചാണക്യന്മാർ മറുവശത്ത് നിൽക്കുമ്പോൾ വളരെ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് കയറി വന്ന ഇരുവർക്കും അത് പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ MGRനെയും ജയലളിതയും മുൻനിർത്തിക്കൊണ്ട് പ്രചാരണ പരിപാടികൾ നടത്തുകയും ഇവരുടെ ചിത്രങ്ങളും പോസ്റ്ററുകളും ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സഹതാപതരംഗം വോട്ടാക്കി മാറ്റാനുമുള്ള ഒരു ശ്രമം തന്നെയാകും പ്രധാനമായും അണ്ണാ DMK നടത്തുക. അത്തരമൊരു ആലോചന തന്നെയാണുള്ളത്. അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ ആ ഒരു സ്വീകാര്യത കുറവുണ്ടാവും. ജനങ്ങൾ ഈ ഒരു കാര്യത്തെ വളരെ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു കാര്യത്തെ ഏത് രീതിയിൽ നോക്കിക്കാണുമെന്നുള്ള സംശയം കൂടിയുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രാഷ്ട്രീയ നേതാക്കളെയും ഒപ്പം തന്നെ ചലച്ചിത്ര പ്രവർത്തകരെയും വളരെയധികം ആരാധനയോട് കൂടി കണ്ടിട്ടുള്ളതാണ് തമിഴകം. അതുകൊണ്ട് തന്നെ അജിത്തിന് വലിയ ആരാധനയുള്ള ഒരു മേഖല തന്നെയാണ് തമിഴകം. അതുകൊണ്ട് തന്നെ അജിത്തിന്റെ ആരാധക വൃന്ദവും ഈ ഒരു കാര്യത്തിൽ ഈ വിഷയത്തിൽ അണ്ണാ DMK തുണയ്ക്കുമെന്നാണ് പ്രതീക്ഷ. ജോൺ, രാഷ്ട്രീയത്തിനപ്പുറം ഒരു കാര്യം കൂടി, ഇന്നലെ ജയലളിതയെ അടക്കം ചെയ്ത അല്ലെങ്കിൽ ജയലളിതയെ അന്ത്യവിശ്രമം കൊള്ളുന്ന മറീന ബീച്ചിൽ അടക്കം ചെന്നൈ നഗരത്തിന്റെ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയാണ്? ജോൺ, ഞാനിപ്പോൾ ഉള്ളത് മറീന ബീച്ചിലാണ്. ഇവിടെ MGR സ്മാരകത്തിനടുത്താണ് ഉള്ളത്. ഏതായാലും ജയലളിതയെ അടക്കിയിരിക്കുന്നതിന്റെ തൊട്ടടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമായി കാണുന്നതാവും പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കണ്ട അതുപോലുള്ളൊരു ഒഴുക്ക് ഇപ്പോഴും ചെന്നൈ നഗരത്തിലേക്ക് നടക്കുന്നു. കാരണം ഇന്നലെ പതിനായിരക്കണക്കിന് ആളുകളാണ് ജയലളിതയ്ക്ക് അവസാനമായി ആദരാഞ്ജലികൾ അർപ്പിക്കാനും അവസാനമായി ജയലളിതയുടെ മുഖം ഒരു നോക്ക് കാണാതെ തിരിച്ചു പോകേണ്ടി വന്നത്. അത്തരമൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ആണ് ആളുകൾ വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇന്നലെ ആദരാഞ്ജലികൾ അർപ്പിച്ചു പോയവർ കൂടി ഇങ്ങോട്ടേക്ക് ഇന്ന് വീണ്ടും എത്തുന്നു എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ഈ കാണുന്നവരെല്ലാം തന്നെ ചെന്നൈയിൽ നിന്നുള്ളവരും ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ളവരാണ്. അവർ രാവിലെ മുതൽ ഇങ്ങോട്ടേക്കുള്ള ഒരു ജനപ്രവാഹം ഇപ്പോഴും തുടരുകയാണ്. ഒപ്പം തന്നെ ചെന്നൈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതും ഏറെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ MGR മരിച്ചതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു കോലാഹലമായിരുന്നു, വലിയ പ്രശ്നങ്ങളായിരുന്നു തമിഴകത്തുണ്ടായിരുന്നത്. പക്ഷേ ജയലളിത മരിച്ചതിനെ തുടർന്ന് കൃത്യമായ ഒരുക്കങ്ങൾ നടത്തിയത് മൂലം വലിയ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ പോയി. ഒപ്പം തന്നെ തമിഴ് ജനത ഈ ഒരു കാര്യത്തെ വളരെ പക്വതയോടുകൂടി ഉൾക്കൊണ്ടു എന്നുള്ളത് വേണം ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. ജോൺ, ശരി ദീപ്തീഷ്, ശശികലയോ അജിത്തോ ജയലളിതയുടെ പിൻഗാമിയായി കടന്നു വരുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ, വാർത്തകൾ ശക്തമാവുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ പക്ഷേ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കാവുന്ന രാഷ്ട്രീയ മാറ്റത്തിനാണ് ഈ ഒരു അഭ്യൂഹങ്ങൾ തുടക്കം കുറിക്കുന്നത്.